Next we shall discuss CGST Rule 61. CGST Rule 61 is related to form and manner of submission of monthly return. Form and manner of submission of monthly return is given in CGST Rule 61. 61 പ്രകാരം CGST Rule 61 പ്രകാരം ഏത് ഫോമിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കണം മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്യുന്നത്? GST റിട്ടേൺ 3, GST റിട്ടേൺ ഫോം 3 സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ ലയബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ സബ് റൂൾ 1 പ്രകാരം all registered persons other than a person referred to in section 14 of the IGST Act, other than all registered persons other than a person referred to section 14 of the Integrated Goods and Service Tax Act 2017, IGST Act 2017. സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്ഷൻ 14 പ്രകാരം സപ്ലയർ ഓഫ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ് അവർ എക്സംപ്റ്റഡ് ആണ്. സപ്ലയർ ഓഫ് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റാബേസ്, അതാണ് സെക്ഷൻ 14 പ്രകാരം. സെക്ഷൻ 14 പറഞ്ഞിരിക്കുന്ന ഇവരുടെ ഡീറ്റെയിൽസ് ആണ്. സോ അതർ ദാൻ പേഴ്സൺസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 14 or other than persons engaged in supply of online information and database, then or an input service distributor on a non-resident taxable person or a person paying tax under section 10. section 10 ൽ എന്താണ്? person paying tax under composite levy scheme, section 10. or section 51 എന്താ വന്നിരിക്കുന്നത്? TDS, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തുന്നവർ. ആസ് ദി കേസ് മേ ബി. സെക്ഷൻ 51 സെക്ഷൻ 52 രണ്ടും പറയുന്നുണ്ട്. ഇപ്പോൾ സെക്ഷൻ 52 ആകുമ്പോൾ എന്താ? TCS, ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ്. 51 TDS. ഇവർ രണ്ടു കൂട്ടരും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. Then shall furnish a return as per section 39 in form GST return 3 electronically. ഈ തന്നിരിക്കുന്ന എക്സെപ്റ്റഡ് പേഴ്സൺസ് ഉണ്ട്, കുറേയേറെ ആളുകളെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺസ്. ഇവിടെ എന്താ? സെക്ഷൻ 14 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്ക് മന്ത്ലി റിട്ടേണിൻ്റെ ബാധ്യതയല്ല വരുന്നത്. രണ്ടാമത് വീണ്ടും എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കേസിൽ എക്സംഷൻ വരുന്നു. ദോസ് ഹു ആർ രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 51. സെക്ഷൻ 51 ആണെങ്കിൽ എക്സംഷൻ ഉണ്ട്, 52 ആണെങ്കിൽ എക്സംഷൻ ഉണ്ട്. കമ്പൽസറി കോമ്പോസിറ്റ് ലെവി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ 10 ആണെങ്കിൽ ഇവർക്കെല്ലാം എന്താ? മന്ത്ലി റിട്ടേൺ പകരമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സെക്ഷൻ വൈസ് സെക്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ഒഴികെ വരുന്ന ബാക്കി എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എല്ലാ മാസവും നിശ്ചിത കാലാവധിക്കുള്ളിൽ മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ദെൻ സെക്ഷൻ സബ് റൂൾ 2, പാർട്ട് എ ഓഫ് ദി റിട്ടേൺ ആസ് പെർ ദി പ്രൊവിഷൻ ഷാൽ ബി ഇലക്ട്രോണിക്കലി. ഇപ്പം പാർട്ട് എ ഓഫ് ദി റിട്ടേൺ GST ഫോർമാറ്റ് 3. ഇപ്പം GST റിട്ടേൺ ഫോർമാറ്റ് 3ൽ വന്നിരിക്കുന്നതിൻ്റെ പാർട്ട് എ as per the provision shall be electronically generated. GST return 3യുടെ പാർട്ട് എന്താണ്? ഇലക്ട്രോണിക്കലി ജനറേറ്റഡ് ആണ്. അത് ഓട്ടോ ജനറേറ്റഡ് ആൻഡ് ഓട്ടോ പോപ്പുലേറ്റഡ് ആണ്. GSTR 1ൽ നിന്നും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുകയും പോപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും GST 3ൽ വരുന്നതിൻ്റെ പാർട്ട് എ. ദെൻ അത് GST 1ൻ്റെയും GST 2ൻ്റെയും ഒക്കെ ഇതിൽ നിന്നും ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഫോം GST 3ൽ വന്നിരിക്കുന്ന ഫയൽ ചെയ്ത് കഴിയുമ്പോൾ, മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പാർട്ടേ വരുന്നത്. ദെൻ സബ് റൂൾ 3, എ രജിസ്റ്റേർഡ് പേഴ്സൺ ക്ലെയിമിംഗ് റീഫണ്ട് ഓഫ് എനി ബാലൻസ് ഇൻ ദി ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 49 may claim such refund in part B of the return form GST 3. ഇനി
റീഫണ്ട് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് GST റിട്ടേൺ 3യുടെ പാർട്ട് ബിയിൽ വേണം അത് ക്ലെയിം ചെയ്യാനായിട്ട്. പാർട്ട് ബി പ്രകാരം സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഈ പാർട്ട് ബി തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കപ്പെടും. ദെൻ 4 സബ് റൂൾ 4 ആണ്. where the time limit of furnishing the details of GST return 1 under section 37 and GST return 2 under section 38 has been extended. ഇതിന് എക്സ്റ്റൻഷൻ കൊടുക്കാനുള്ള റൈറ്റ് ആർക്കാണ്? GST കമ്മീഷണർക്കുണ്ട്. Extended and the circumstances of warrant, the commissioner may specify the manner and conditions subject to which return shall be furnished in form GST return 3B electronically. അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ GST റിട്ടേൺ 3 ഫയൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഏത് മോഡിൽ എപ്പോഴാണ് ഫയൽ ചെയ്യണമെന്നുള്ള കാര്യം കമ്മീഷണർ അറിയിച്ചിരിക്കും. GST റിട്ടേണിൻ്റെ എന്താ GST കമ്മീഷണർ സ്പെസിഫൈ ചെയ്തിരിക്കും. ഇത് CGST റൂൾ 61. CGST റൂൾ 61 എന്താ? ഫോം ആൻഡ് മാനർ ഓഫ് സബ്മിഷൻ ഓഫ് മന്ത്ലി റിട്ടേൺ. ഇപ്പം മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫോം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. CGST റൂൾ 61ലാണ് ഫോം ആൻഡ് മാനർ. ദെൻ ക്ലെയിം ഓഫ് ഇൻപുട്ട് ക്രെഡിറ്റ് ഇൻ റിട്ടേൺസ് ആൻഡ് പ്രൊവിഷണൽ അക്സെപ്റ്റൻസ് ദെയർ ഓഫ് സെക്ഷൻ 41. നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിം ചെയ്യേണ്ട രീതി അത് സെക്ഷൻ 41ലുണ്ട്. പ്രൊവിഷണൽ അക്സെപ്റ്റൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷണലി താൽക്കാലികമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ. എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ സബ്ജക്ട് ടു സച്ച് കണ്ടീഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ബി എൻറ്റൈറ്റിൽഡ് ടു ടേക്ക് ദി ക്രെഡിറ്റ് ഓഫ് എലിജിബിൾ ഇൻപുട്ട് ടാക്സ് ആ സെൽഫ് അസസ്. ഇപ്പം നമ്മൾ ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ഓൺ ദി ബേസ് ഓഫ് സെൽഫ് അസസ്മെൻ്റ് ആണ്. അപ്പം സെൽഫ് അസസ്മെൻ്റ് ബേസിസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈൽ ചെയ്യാൻ എലിജിബിലിറ്റി ഉള്ളവർക്ക് അത് പ്രൊവിഷണലി അവൈൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇൻ ഹിസ് റിട്ടേൺ ആൻഡ് സച്ച് എമൗണ്ട് ഷാൽ ബി ക്രെഡിറ്റഡ് ഓൺ എ പ്രൊവിഷണൽ ബേസിസ് ടു ഹിസ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഒരു സെൽഫ് അസസ്മെൻ്റ് ഭാഗമായിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രൊവിഷണലി ആ എമൗണ്ട് ആ വ്യക്തിയുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലേക്ക് ക്രെഡിറ്റ് ചെയ്യാം. Then section 41 subsection 2, the credit referred above shall be utilized only for the payment of output tax. ഇങ്ങനെ സെൽഫ് അസസ്മെൻറ്റിൻ്റെ ബേസിസിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് സെൽഫ് അസസ്മെൻ്റ് ബേസിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ പേയ്മെൻറ്റിന് വേണ്ടി മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ. അത് പിൻവലിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. ഇത് സെക്ഷൻ 41ൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. Section 41 deals with claim of input tax credit. Then matching reversal and reclaim of input tax credit, ITC section 42. Matching reversal and reclaim of input tax. നമ്മൾ എല്ലായ്പ്പോഴും എന്താണ് മാച്ച് ചെയ്യണം. ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും കൂടെ മാച്ച് ചെയ്തിട്ടാണ് നോക്കുന്നത്. The details of every inward supply furnished by a registered person or recipient. The details of every inward supply furnished by a registered person or recipient for a tax period shall in such manner and within such time as may be prescribed be matched. ഇൻപുട്ട് ടാക്സ് ഇൻവേഴ്സ് സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ മാച്ച് ചെയ്യണം. ബി മാച്ച് വിത്ത് ദി കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഫർണിഷ്. അപ്പം ഇൻവേഴ്സ് സപ്ലൈ ഡീറ്റെയിൽസ് കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഫർണിഷ് ബൈ ദി കറസ്പോണ്ടിങ് രജിസ്റ്റേർഡ് പേഴ്സൺ. ഓരോ ഇൻവേഴ്സ് സപ്ലൈക്കും ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ എന്താണ് സപ്ലയർ ആയിട്ട് വരും. ഇൻവേഴ്സ് സപ്ലൈയുടെ കാര്യത്തിൽ എന്താ റെസിപ്പിയൻ്റ് ആണ്. ഓരോ റെസിപ്പിയൻറ്റിനും അല്ലെങ്കിൽ ഓരോ റെസിപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു സപ്ലയർ വരും. അപ്പോൾ ആ സപ്ലയർ കൊടുക്കുന്ന ഡീറ്റെയിൽസും ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസും ഒരു റെസിപ്പിയൻ്റ് കൊടുക്കുന്ന ഇൻവേഴ്സ് സപ്ലൈ ഡീറ്റെയിൽസും അത് മാച്ച് ചെയ്തിരിക്കണം. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യും. In his valid return for the same tax period or any preceding period. ഇൻവേഴ്സ് സപ്ലൈ ഡീറ്റെയിൽസ് റെസിപ്പിയൻ്റ് കൊടുക്കുന്നതും ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസ് സപ്ലയർ കൊടുക്കുന്നതും ഓരോ ടാക്സ് പീരീഡിലേക്കും
കൃത്യമായിട്ട് മാച്ച് ചെയ്തിട്ട് വേണം ടാക്സ് ലയബിലിറ്റി കണക്കാക്കാനായിട്ട്. അപ്പം ഇതിൻ്റെ രണ്ടും ഡീറ്റെയിൽസ് ഒന്ന് തന്നെ ആയിരിക്കണം. ദെൻ ബി, വിത്ത് രജിസ്റ്റേർഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 3 ഓഫ് കസ്റ്റംസ് താരിഫ് ആക്ട് 1975 ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. ഇനി ഇമ്പോർട്ട് ആണെങ്കിൽ അതിൻ്റെ ടാക്സ് പേയ്മെൻറ്റ് മാച്ച് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇപ്പം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ഉണ്ടാകാൻ പാടില്ല. ഈ മാച്ച് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻപുട്ട് ടാക്സ് ഡീറ്റെയിൽസും ഔട്ട്പുട്ട് ടാക്സിൻ്റെ ഡീറ്റെയിൽസും റെസിപ്പിയൻറ്റും സപ്ലയറും ഫർണിഷ് ചെയ്യുന്ന മാച്ച് ചെയ്യുന്നത് ഫോർ അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടാക്സ് ആണ്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ്. ഇൻപുട്ട് ടാക്സ് ക്ലെയിമിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് റെസിപ്പിയൻസ് കൊടുക്കുന്ന ഇൻപുട്ട് ടാക്സിൻ്റെ ഡീറ്റെയിൽസും സപ്ലയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ടാക്സ് ഡീറ്റെയിൽസും മാച്ച് ചെയ്യുന്നത്. ഇനി അങ്ങനെ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ there can be duplication of claims. ഒരേ റെസിപ്റ്റിന് തന്നെ ഒന്നിലധികം തവണ ക്ലെയിംസ് നടത്തിയെന്ന് വരും. അപ്പം അത് ഒഴിവാക്കുക. Then 2, the claim of input tax credit in respect of invoices or debit notes relating to invoice supply that match the details of corresponding outward supply. നമ്മളെന്താ ഓരോ ഇൻവേഴ്സ് സപ്ലൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്വേർഡ് സപ്ലൈക്കും അതിനനുബന്ധമായിട്ട് വരുന്ന ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും മാച്ച് ചെയ്തിട്ട് വേണം ലയബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ അകത്ത് റെസിപ്പിയൻറ്റിൻ്റെയും സപ്ലയറിൻ്റെയും ഇൻവേഴ്സ് സപ്ലൈയുടെയും ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഡീറ്റെയിൽസും ഡെബിറ്റ് നോട്ടിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെയും ഡീറ്റെയിൽസും മാച്ച് ചെയ്തിട്ട് വേണം ടാക്സ് ലയബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട്. ദെൻ നമ്പർ 3, where the input tax credit claimed by the recipient in respect of an inverse supply in excess of the tax declared by the supplier for the same supply of outward supply. ഇനി ഒരു റെസിപ്പിയൻറ്റ് ക്ലെയിം ചെയ്യുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സപ്ലയർ കൊടുക്കുന്ന ഔട്ട്പുട്ട് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അപ്പം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിക്ലെയർഡ് ബൈ ദി സപ്ലയർ, അതുമെന്താ ഇൻപുട്ട് ടാക്സ് ക്ലെയിം പുട്ട് ഫോർവേഡ് ബൈ ദി റെസിപ്പിയൻറ്റ്, ഇത് രണ്ടും സെയിം ആയിരിക്കണം ഓരോ പർട്ടിക്കുലർ ഇൻവോയ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇതിനെന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ then supplier for the same period of outward supply is not declared by the supplier in his valid return. അപ്പോൾ എന്താ ഒരു വാലിഡ് റിട്ടേണിൽ സപ്ലയർ ഡിക്ലെയർ ചെയ്യുന്നില്ല എങ്കിൽ the discrepancy shall be communicated to both such persons. അപ്പോൾ ആ വ്യതിയാനം എന്താണ്? സപ്ലയറെയും റെസിപ്പിയൻറ്റിനെയും അറിയിച്ചിരിക്കണം. കാരണം ഓരോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റെസിപ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഔട്ട്പുട്ട് സപ്ലൈ വേണം, ഒരു ഔട്ട്വേർഡ് സപ്ലൈ വേണം. ഇനി ഒരു സപ്ലയർ അത് അയാളുടെ റിട്ടേണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഈ ഡിസ്ക്രീപ്പൻസി സപ്ലയറെയും റെസിപ്പിയൻറ്റിനെയും അറിയിച്ചിരിക്കണം. The duplication of claims of input tax credit shall be communicated. ഇനി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് കണ്ടെത്തുകയാണെങ്കിൽ ഒന്നിലധികം തവണ ഒരേ ട്രാൻസാക്ഷന് തന്നെ ഒന്നിലധികം തവണ ക്രെഡിറ്റ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂപ്ലിക്കേഷൻ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് റെസിപ്പിയൻറ്റിനെ കൃത്യമായിട്ട് അറിയിച്ചിരിക്കണം. അങ്ങനൊരു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി സെയിം ഷാൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദി റെസിപ്പിയൻറ്റ്. ദി എമൗണ്ട് റെസ്പെക്ട് ഓഫ് വിച്ച് എനി ഡിസ്ക്രിപ്പൻസി ഇസ് കമ്മ്യൂണിക്കേറ്റഡ് വിച്ച് ഇസ് നോട്ട് റെക്ടിഫൈഡ് ബൈ ദി സപ്ലയർ in his valid return for the month in which discrepancy is communicated shall be added to the output tax liability of the recipient. ഇനി ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടെത്തി അതറിയിക്കുന്നു, അതറിയിച്ചു കഴിഞ്ഞാലും വേണ്ട റെക്ടിഫിക്കേഷൻ നടത്തുന്നില്ല എങ്കിൽ ആ ഡിസ്ക്രിപ്പൻസി ആ സപ്ലയറിൻ്റെ അതേ മാസത്തെ തന്നെ ടാക്സ് ലയബിലിറ്റിയുടെ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു ഡിസ്ക്രിപ്പൻസി പോയിന്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ ദി ടാക്സ് അതോറിറ്റി മേ ആഡ് ദാറ്റ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺസ് ടാക്സ് ലയബിലിറ്റി, ആ സപ്ലൈയുടെ ടാക്സ് ലയബിലിറ്റിക്ക് അത് ആഡ് ചെയ്യും. ദെൻ ദി എമൗണ്ട് ക്ലെയിംഡ് ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഈസ് ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ എക്സസ് ഓഫ് ദി എമൗണ്ട് ഓഫ് ഓൺ അക്കൗണ്ട് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ്. ഇനി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ? അത് എക്സസ് ആയിട്ട് കണ്ടെത്തുകയാണ് എങ്കിൽ സാധാരണഗതിയിലുള്ളതല്ല, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഉണ്ടായി, അങ്ങനെ ഒരു
ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ദി എമൗണ്ട് ക്ലെയിംഡ് ആസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ടു ബി ഇൻ എക്സസ് ഓഫ് ദി എക്സസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താ, അത് എക്സസ് ആണ്, എക്സസ് ഉണ്ടായിരിക്കുന്ന ഓൺ അക്കൗണ്ട് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ആണ് എങ്കിൽ ക്ലെയിം ഷാൽ ബി ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് ദി റെസിപ്പിയന്റ്. അങ്ങനെ വന്നു കഴിയുകയാണ് എന്താ, അത് ആ റെസിപ്പിയന്റ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയോട് ആഡ് ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ മുഖാന്തരം എക്സസ് ആയിട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് വരുന്ന എമൗണ്ട് കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ റെസിപ്പിയന്റ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇൻ ഹിസ് റിട്ടേൺ ഫോർ ദി മന്ത് ഇൻ വിച്ച് ഡ്യൂപ്ലിക്കേഷൻ ഇസ് കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ ഏത് മാസമാണ് ഡ്യൂപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ആയിരിക്കും, ആ മാസം അത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആയിട്ട് ആഡ് ചെയ്യപ്പെടും. Then a recipient in whose output tax liability any amount has been added as per the act shall be liable to pay. അങ്ങനെ ഏതെങ്കിലും ഒരു മാസം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തതിൻ്റെ പേരിൽ ആ എക്സസ് എമൗണ്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടിന് ഇൻട്രസ്റ്റും കൂടി കൊടുക്കേണ്ടതായിട്ട് വരും, ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്യപ്പെടും. അത് സെക്ഷൻ 50 പ്രകാരമായിരിക്കും. ഇൻട്രസ്റ്റിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ സെക്ഷൻ 50 പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്ഷൻ മാച്ചിങ് ആൻഡ് റിവേഴ്സൽ ഓഫ് ക്ലെയിമിൻ്റെ അകത്ത് സെക്ഷൻ 42 സബ്സെക്ഷൻ 8 വേർ എനി റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ഷാൽ ബി റീഫണ്ടഡ് ടു ദി റെസിപ്പിയന്റ് ബൈ ക്രെഡിറ്റിംഗ്. ഇനി ഇങ്ങനെ ഒരിക്കലെന്താ ലയബിലിറ്റി ആഡ് ചെയ്തു, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആഡ് ചെയ്തു, അതിൻ്റെ മേൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു, പിന്നീട് ആ എമൗണ്ട് കുറവ് ചെയ്യപ്പെടുകയാണ് എങ്കിൽ വേർ എനി റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ദി ഇൻട്രസ്റ്റ് പെയ്ഡ് ഷാൽ ബി റീഫണ്ടഡ് ടു ദി റെസിപ്പിയന്റ്. അത് അങ്ങനെ റെസിപ്പിയന്റിന് അത് റീഫണ്ട് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ പിന്നീട് എപ്പോഴെങ്കിലും റിഡക്ഷൻ അലോ ചെയ്യുകയാണ് എങ്കിൽ ആ ഔട്ട്പുട്ട് ടാക്സിൻ്റെ പേരിൽ നടത്തിയിരിക്കുന്ന പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റീഫണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. റീഫണ്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ബൈ ക്രെഡിറ്റിംഗ് ദി എമൗണ്ട് ഇൻ ദി കറസ്പോണ്ടിങ് ഹെഡ് ഓഫ് ദിസ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യുക. ഇത് ഓരോ ഇൻപുട്ടിന് എന്താണ്, ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും അല്ലെങ്കിൽ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ടാക്സ് ലയബിലിറ്റി, അത് ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റും ഔട്ട്പുട്ട് ടാക്സിൻ്റെ ലയബിലിറ്റിയും മാച്ച് ചെയ്തിട്ട് ഓരോ പീരീഡിലേക്കും ഓരോ ടാക്സ് പീരീഡിലേക്കും നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും പേയ്മെൻറ്റ് ലയബിലിറ്റി തീരുമാനിക്കുന്നത്. അവിടെ എന്തെങ്കിലും കാരണവശാൽ ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു എറർ മുഖാന്തരമോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെക്ടിഫയിങ് ആയിട്ടുള്ള ഒരു ആക്റ്റും അതാ റെക്ടിഫൈ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അതാത് മാസം തന്നെ ചെയ്തിരിക്കണം. മാച്ചിങ്ങിന് ശേഷമാണ് ടാക്സ് ലയബിലിറ്റി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു എററോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷനോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റെക്ടിഫയിങ് ആയിട്ടുള്ള ഒരു ആക്റ്റും കൂടെ എടുത്തിരിക്കും. റെക്ടിഫിക്കേഷന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. Then next, CGST rule 69 matching the claim of input tax credit. ഓരോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിമും മാച്ച് ചെയ്തതിനു ശേഷമായിരിക്കും അത് അലൗ ചെയ്യുന്നത്. ദി ഫോളോയിങ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻവേർട്ട് സപ്ലൈസ് ഇൻക്ലൂഡിംഗ് ഇൻവോയ്സ് പ്രൊവിഷണലി അലൗഡ് അണ്ടർ സെക്ഷൻ 41. എന്താ, ഓരോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിമും സെക്ഷൻ 41 പ്രകാരം പ്രൊവിഷണലി താൽക്കാലികമായിട്ട് അലൗ ചെയ്യാം. ദെൻ allowed under section 41 shall be matched under section 42 after the due date for furnishing the return in form GST return 3. അപ്പം മന്ത്ലി റിട്ടേൺ എന്താണ്, GSTR 3യിൽ ഫയൽ ചെയ്യുക. അപ്പം അതിനുശേഷമായിരിക്കും ഇൻപുട്ട് ടാക്സ് അലൗ ചെയ്യുന്നത്, പ്രൊവിഷണലി അലൗ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അലൗ ചെയ്യുമ്പോഴെന്താണ്, ദി ഫോളോയിങ് ഡീറ്റെയിൽസ്, ഇപ്പം അലൗ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറേ ഡീറ്റെയിൽസ് അവർ വെരിഫൈ ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഡീറ്റെയിൽസാണ് വെരിഫൈ ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി സപ്ലയർ. ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ വെരിഫിക്കേഷൻ ആദ്യമായിട്ട് സപ്ലയറിൻ്റെ
ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ബി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഓഫ് ദി റെസിപ്പിയന്റ്. സപ്ലയറിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ വെരിഫൈ ചെയ്യും. ദെൻ ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് നമ്പർ. ഓരോ ഇൻവോയ്സിൻ്റെയും ഡെബിറ്റ് നോട്ടിൻ്റെയും നമ്പർ അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. ദെൻ ഇൻവോയ്സ് ഓർ ക്രെഡിറ്റ് നോട്ട് ഇൻവോയ്സ് ഓർ ഡെബിറ്റ് നോട്ട് ഡേറ്റ്. ഇൻവോയ്സിൻ്റെയും ഡെബിറ്റ് നോട്ടിൻ്റെയും നമ്പറും ഡേറ്റും വെരിഫൈ ചെയ്യുക. ആൻഡ് ദി ടാക്സ് എമൗണ്ട്. അപ്പം ടാക്സ് എമൗണ്ട് എന്താണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യുന്ന ടാക്സ് എമൗണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും പ്രൊവിഷണലി, ഇത്രയും ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തതിന് ശേഷമായിരിക്കും പ്രൊവിഷണലി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അലോ ചെയ്യുന്നത്. Provided that where the time limit for furnishing Form GST Return 1 specified under Section 37 and Form GST Return 2 specified under 30 has been extended. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ടൈം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ the date of matching relating to claim of input tax credit also shall be extended. റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മാച്ചിങ് ഡേറ്റും എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. Then provided that further that the commissioner may, on the recommendation of the council by order, extend the date of matching relating to claim of input tax credits to such date as may be prescribed therein. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മാച്ചിങ് ഡേറ്റുകളൊക്കെ കമ്മീഷണർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, മാച്ചിങ് റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. ഇനി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ മാച്ചിങ്ങും അതുപോലെ റിഡക്ഷനും റീക്ലെയിമിങ്ങുമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. അത് തന്നിരിക്കുന്നത് സെക്ഷൻ 43-ലാണ്. ദെൻ സെക്ഷൻ 42-നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മാച്ചിങ് റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അത് സെക്ഷൻ 42-ലുണ്ട്. സെക്ഷൻ 43-ലേക്ക് മാറി വന്നു കഴിയുമ്പോൾ എന്താണ്? മാച്ചിങ് റിവേഴ്സൽ ആൻഡ് റീക്ലെയിം ഓഫ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി സെക്ഷൻ 43. ഓരോ സെക്ഷൻ്റെയും സബ്സെക്ഷൻസ് ഉൾപ്പെടെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ ഔട്ട്പുട്ട് ടാക്സ് ആണെങ്കിലും കൺസേൺ സെക്ഷൻസും അതിൻ്റെ റൂൾസും സബ്സെക്ഷൻസും എല്ലാം ഫോളോ ചെയ്യണം. സെക്ഷൻ 43 പ്രകാരം അതിൻ്റെ സബ്സെക്ഷൻ 1, the details of every credit note relating to outward supply furnished by a registered person for the tax period shall, in such manner and within such time as may be prescribed, be matched. അപ്പം ഓരോ ഔട്ട്വേർഡ് സപ്ലൈയുടെയും റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്രെഡിറ്റ് നോട്ടിൻ്റെ ഡീറ്റെയിൽസ് അത് ഓരോന്നും ഓരോ ക്രെഡിറ്റ് നോട്ടിൻ്റെയും ഡീറ്റെയിൽസും മാച്ച് ചെയ്യണം വിത്ത് ദി കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ ദി ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ നമ്മളെന്താ ഓരോ ഔട്ട്വേർഡ് സപ്ലൈക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് ടാക്സ് ക്ലെയിം വരും. ഓരോ ഔട്ട്പുട്ടിൻ്റെയും ഇൻവോയ്സ്, ഓരോ ഔട്ട്പുട്ടിനും ഓരോ സപ്ലൈക്കും വരുന്ന ക്രെഡിറ്റ് നോട്ട് അത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് നോട്ടിഫിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ ഓരോ ഇൻപുട്ട് ടാക്സ് ക്ലെയിമുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഓരോ ഔട്ട്പുട്ട് സപ്ലൈയും അല്ലെങ്കിൽ ഓരോ ക്രെഡിറ്റ് നോട്ടും അതിനനുബന്ധമായിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് ക്ലെയിമുമായിട്ട് മാച്ച് ചെയ്തിരിക്കണം. ദെൻ ബി, ഫോർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഫോർ റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഒഴിവാക്കുക. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുമായിട്ടും ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയുമായിട്ടുള്ള ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ മാച്ചിങ് എല്ലായ്പ്പോഴും നടത്തുന്നത്. മാച്ചിങ് എന്തിനു വേണ്ടിയിട്ടാണ്? അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസ്. അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണെങ്കിലും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ആണെങ്കിലും മാച്ചിങ് നടത്തുന്ന എല്ലായ്പ്പോഴും ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ദെൻ 2, the claim for reduction in output liability by the supplier that matches with the corresponding reduction in claim of input credit. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ ലയബിലിറ്റിയുടെ റിഡക്ഷന് വേണ്ടിയിട്ടൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് അനുബന്ധമായിട്ട് വരുന്ന ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ ക്ലെയിമുമായിട്ട് മാച്ച് ചെയ്തിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. ഇങ്ങനൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സപ്ലയറെയും റെസിപ്പിയൻറ്റിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. Then 3, subsection 3 ആണ്. Where the reduction of output tax liability in respect of outward supplies
exceeds the corresponding reduction in claim for input tax credit. അപ്പോൾ നമുക്ക് എന്താ ഒരു റിഡക്ഷൻ ഓഫ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി റിഡക്ഷൻ ഇൻപുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ ഇൻപുട്ട് ടാക്സിൻ്റെ ക്ലെയിമിനേക്കാളും എക്സസ് ആയിട്ട് വരികയാണെങ്കിൽ, ആ റിഡക്ഷൻ എക്സസ് ആയിട്ട് വരികയാണ് എങ്കിൽ, or the corresponding credit note is not declared by the recipient in the valid returns, the discrepancy shall be communicated to both such persons accordingly. ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ റിഡക്ഷൻ ക്ലെയിമും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ ക്ലെയിമും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി കണ്ടു കഴിഞ്ഞാൽ ഇത് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ അറിയിച്ചിരിക്കണം. അപ്പം റെസിപ്പിയൻറ്റിനെയും സപ്ലയറേയും ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. Then the duplication of claims for reduction of output tax liability shall be communicated with the supplier. ഇനി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി റിഡക്ഷന് വേണ്ടി ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ കാര്യം സപ്ലയറെ CGST ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലും അതിൻ്റെ ആ ഒരു ഫോമിലും അറിയിച്ചിരിക്കണം. The amount in respect of which any discrepancy is communicated, which is not rectified by the recipient in valid return. ഇനി എന്തെങ്കിലും ഒരു ഡിസ്ക്രീപ്പൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ആ ഡിസ്ക്രീപ്പൻസിയുടെ അനുബന്ധമായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രീപ്പൻസി അത് റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ then shall be added to the output tax liability of the supplier in his return for the month in which duplication is communicated. അപ്പോൾ നമ്മളൊരു ഡ്യൂപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ടാക്സ് അതോറിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അതിനാവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റ് റിട്ടേണിൽ നടത്തുന്നില്ല എങ്കിൽ അത് ആ ടാക്സ് പെയറിൻ്റെ ആ മാസത്തെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ കൂടെ അത് ആഡ് ചെയ്യുന്നതായിരിക്കും. The amount in respect of any reduction in output tax liability that is found to be on account of duplication of claims. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ക്ലെയിംസിൻ്റെ ഒരു കാരണമാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എന്തെങ്കിലും റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആ കാര്യം ആദ്യം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉള്ള ആളെ അറിയിക്കും. സപ്ലയർ അനുബന്ധമായിട്ട് ആവശ്യമായ റെക്ടിഫിക്കേഷൻ നടത്തുന്നില്ല എങ്കിൽ ആ എമൗണ്ട് സപ്ലയറിൻ്റെ ആ മാസത്തെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. Then the supplier shall be eligible to reduce from his output tax liability the amount so added if the recipient declares the details of the credit note in his valid return. എന്താണ് ഒരു സപ്ലയറിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ പേരിൽ ഇത് ആഡ് ചെയ്തു, ഡിസ്ക്രിപ്പൻസി നോട്ട് ചെയ്ത് ആഡ് ചെയ്തു, അതിനുശേഷം റെസിപ്പിയൻ്റ് അയാളുടെ റിട്ടേണിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണ്, കറസ്പോണ്ടായിട്ട് ക്രെഡിറ്റ് നോട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഈ ആഡ് ചെയ്തിരിക്കുന്ന എമൗണ്ട് പിന്നീട് കുറവ് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ ട്രാൻസാക്ഷനും ഓരോ ഔട്ട്വേർഡ് സപ്ലൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻവേർഡ് സപ്ലൈ ഉണ്ടാകും. ഇപ്പം മറ്റു റെസിപ്പിയൻ്റെ ഇൻവേർഡ് സപ്ലൈ ഡീറ്റെയിൽസും സപ്ലയറിൻ്റെ ഔട്ട്വേർഡ് സപ്ലൈ ഡീറ്റെയിൽസും അത് മാച്ച് ചെയ്യണം. അങ്ങനെ മാച്ച് ചെയ്യുന്നില്ല എങ്കിലോ ഡിസ്ക്രിപ്പൻസി ഉണ്ടാകും. ആ ഡിസ്ക്രിപ്പൻസി വന്നു കഴിയുമ്പോൾ ടാക്സ് ലയബിലിറ്റി അത് ആഡ് ചെയ്യും, സപ്ലയറുടെ ടാക്സ് ലയബിലിറ്റി ആഡ് ചെയ്യും. പിന്നീട് റെസിപ്പിയൻ്റ് അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്യുകയാണ് എങ്കിൽ ആ എമൗണ്ട് സപ്ലയറിൻ്റെ ടാക്സ് ലയബിലിറ്റി നിന്നും കുറവ് ചെയ്യാവുന്നതാണ്. Then the supplier in whose output tax liability any amount has been added shall be liable to pay interest. ഇനി ഒരു സപ്ലയറിൻ്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ പേരിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി കണ്ടെത്തി ലയബിലിറ്റി ആഡ് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ആഡ് ചെയ്യുന്ന എമൗണ്ടിന് വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ഉണ്ടാകും. എ സപ്ലയർ ഇൻ ഹൂസ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി എനി എമൗണ്ട് ഹാസ് ബീൻ ആഡഡ് ഷാൽ ബി ലയബിൾ ടു പേ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ലയബിലിറ്റി വരുന്നു at the rate specified under section 50 in respect of the amount so ordered. സെക്ഷൻ 50ലാണ് റേറ്റ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആഡ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ടിന് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാകും. ആ കൺസേൺഡ് റേറ്റ് കൊടുത്തിരിക്കുന്ന സെക്ഷൻ 50ലാണ്.